ശബരിമലയിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസമാണ്. ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. അയ്യപ്പ ഭക്തരും വിശ്വാസികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് പേട്ടതുള്ളൽ ദർശിക്കാൻ എരുമേലിയിൽ എത്തുക. അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ അനുസ്മരണമായി പേട്ടതുള്ളൽ സംഘങ്ങളെ മുസ്ലിം ജമാഅത്ത് പുഷ്പങ്ങൾ വിതറി സ്വീകരിക്കുകയും ചെയ്യും. അയ്യപ്പന്റെ മാതൃസ്ഥാനീയമായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം എത്തുക. ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ തുടങ്ങുക. ഉച്ചയ്ക്ക് വെള്ളി നക്ഷത്രം ആകാശത്ത് കണ്ടാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുക. അപ്പോൾ അതാണ് പേട്ടതുള്ളൽ നടക്കുന്നു. അതിനായി ഇന്ന് ഒരുപാട് വിശ്വാസികളുടെ ഒരു ഒഴുക്ക് ഇന്ന് സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. രാഹുൽ സുരേഷ് സന്നിധാനത്തും തയ്യാറായി നിൽക്കുന്നുണ്ട് അല്ലേ? അതെ, അപ്പോൾ രാഹുൽ, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഇന്ന് തൊട്ട് കൂടുതൽ ക്രമീകരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇനി 2 ദിവസം മാത്രമാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയാൻ ബാക്കിയുള്ളത്. തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. തിരക്ക് വർദ്ധിക്കുമ്പോഴും തീർത്ഥാടകർക്ക് സുഖദർശനം സാധ്യമാക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയുള്ള ചില നിയന്ത്രണങ്ങളാണ് ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങുന്നത്. അതിലേറ്റവും പ്രധാനം, എരുമേലിയിലെത്തുന്ന തീർത്ഥാടകർ മുക്കുഴി വഴി കൂട്ടത്തോടെ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നു മുതൽ അതിനൊരു ക്രമീകരണം ഉണ്ടാവുകയാണ്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമാണ് മുക്കുഴി വഴി സന്നിധാനത്തേക്ക് കടത്തിവിടൂ എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് 5000 ക്രമീകരിക്കുന്നു. സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തേണ്ട തീർത്ഥാടകർ നിലയ്ക്കലിലെത്തി സ്പോട്ട് ബുക്കിംഗ് നടത്തണം. അതിനുശേഷം 5000 പേരെ മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് ഇന്നു മുതൽ കടത്തിവിടുക എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, നാളെ മുതൽ പമ്പയിലെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. നാളെ രാവിലെ 8 മണി മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ പമ്പയിലെ പാർക്കിംഗ് അനുവദിക്കില്ല. തീർത്ഥാടകരെ അവിടെ വാഹനത്തിൽ ഇറക്കിയ ശേഷം തിരികെ വാഹനങ്ങൾ നിലയ്ക്കൽ ഉൾപ്പെടെ പോയി പാർക്ക് ചെയ്യണമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ മുതൽ വെർച്വൽ ക്യൂവിലും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു. നാളെ 60000 പേർക്ക് മാത്രമായിരിക്കും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാനാവുക. അതുമാത്രമല്ല, മറ്റന്നാൾ 50000 എന്നും മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ച 40000ത്തിലേക്കും വെർച്വൽ ക്യൂ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. അതേസമയം ഇതിനോടകം തന്നെ തീർത്ഥാടകർ ഈ സന്നിധാനത്ത് ഉൾപ്പെടെ വിരിവെച്ച് തങ്ങുകയാണ്. 2 ദിവസം ബാക്കിയുണ്ടെങ്കിൽ കൂടി ഇന്നു മുതൽ മല കയറുന്ന തീർത്ഥാടകർ വിരിവെച്ച് ഇവിടെ തന്നെ തങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. ഏതാണ്ട് 3 ലക്ഷം തീർത്ഥാടകരെയാണ് മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ചയിലേക്ക് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇന്ന് പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും നടക്കാനും പോകുന്നുണ്ട്. ക്രിസ്റ്റീന, പ്രജി. രാഹുൽ, ഇപ്പോൾ ഈ പേട്ടതുള്ളൽ ഉണ്ടല്ലോ, പേട്ടതുള്ളൽ, അപ്പോൾ അതിന്റെ ഒരു ക്രമീകരണങ്ങൾ കൂടി എന്താണ്? പ്രത്യേകിച്ച് തിരക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിനെന്തെങ്കിലും ഇന്ന് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവിടെ? പ്രജിൻ, ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ഈ എരുമേലി പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ എരുമേലി പേട്ടതുള്ളലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അനുസ്മരണമായി പേട്ടതുള്ളൽ സംഘങ്ങളെ മുസ്ലിം ജമാഅത്ത് പുഷ്പങ്ങൾ വിതറി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ സംഘം എത്തുന്നത് ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും. ആദ്യ സംഘം എത്തി പേട്ടതുള്ളുന്നതോടെ കൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കും. ഇതോടെയാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കമാകുന്നത്. എന്താണെങ്കിലും ആ പ്രധാനപ്പെട്ട ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകരെല്ലാവരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതസൗഹാർദ്ദമായ രീതിയിലാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടക പ്രവാഹം.